ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കലാവസന്തം പെയ്തുറങ്ങുന്ന ഈ സുന്ദരമായ മുഹൂർത്തത്തിൽ വിദ്യാലയം എന്ന വിഷയത്തിനെ ആസ്പദമാക്കി സംസാരിക്കാനാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തി നിൽക്കുന്നത്. നാഥൻ അനുഗ്രഹിക്കട്ടെ. വിദ്യാലയം, ഒരു മനുഷ്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ വിദ്യാലയത്തിൽ നിന്നാണ് പഠിക്കുന്നത്. ആ മനുഷ്യന് വിദ്യാലയത്തിൽ നിന്ന് പല പല അറിവുകൾ ലഭിക്കുന്നു. ആ മനുഷ്യൻ വിദ്യാലയത്തിൽ പോവാതെ ഇരുന്നാൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അദ്ദേഹത്തോട് തന്നെ പറയണം, നീ എന്താണ് വിദ്യാലയത്തിൽ പോവാത്തത്? വിദ്യാലയത്തിൽ പോയാൽ നമുക്ക് അത്രക്കധികം അറിവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഈ യുഗത്തിൽ നമ്മുടെ കൂട്ടുകാരൊന്നും ആലോചിക്കുന്നില്ല. ഈ സ്കൂളിൽ വിദ്യാലയത്തിൽ പോയാൽ നമുക്ക് അത്രക്കധികം അറിവുകൾ വർദ്ധിക്കും. പക്ഷേ വിദ്യാലയത്തിൽ പോയാൽ ആലോചിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വിദ്യാലയങ്ങളിൽ പോയാൽ പഠിക്കണം എന്ന ചിന്തയിൽ പോയി അവിടെ പഠിക്കണം. പക്ഷേ ചില കുട്ടികളെ ഈ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. അവർ പഠിക്കണമെന്ന ചിന്തയില്ലാതെ അവിടെ പോയി പല പല അധ്യാപകരെയും ചീത്ത കേട്ട് ഈ നമ്മുടെ നാഥൻ്റെ നാട്ടിൽ നിന്ന് വെറുതെ അലിഞ്ഞു നടക്കുന്ന ചില വിദ്യാർത്ഥികൾ. പക്ഷെ അവർ ആലോചിക്കുന്നില്ല. അവർ വിദ്യാലയങ്ങളിൽ നിന്ന് പഠിക്കുമ്പോൾ അവർക്ക് അറിവിനെ വർദ്ധിക്കുമെന്ന്. പക്ഷേ ഇപ്പോഴത്തെ സമൂഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വിദ്യാലയത്തിൽ പോയി അറിവ് തേടൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യമാണ്. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് ചില കുട്ടികളുണ്ടാകാം, അവർ വിദ്യാലയങ്ങളിൽ പോയാൽ പഠിക്കണം എന്ന് തീരുമാനിച്ച് നിൽക്കുന്നവർ. അവരാണ് ഈ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായത്. അവർ ഈ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യമാണ്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് പോലെയല്ല. ഇപ്പോഴത്തെ സമൂഹത്തിലുള്ള വിദ്യാർത്ഥികൾ പഠിക്കണമെന്ന ഉദ്ദേശത്തിലല്ല പോകുന്നത്, അവർ കളിക്കണമെന്ന ഉദ്ദേശത്തിലാണ് പോകുന്നത്. പക്ഷേ പണ്ടുള്ള സമൂഹത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അവർ പഠിക്കണമെന്ന ചിന്തയിലാണ് പോകുന്നത്. പക്ഷേ ഞാൻ നോക്കുന്നത് ഇപ്പോഴത്തെ സമൂഹം ഫുൾ വെറുതെയാണ്. ഞാൻ പഠിക്കണമെന്ന ചിന്തയിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നന്ദി, നമസ്കാരം.